RG രാധാകൃഷ്ണൻ മുൻ തിരുവാഭരണം കമ്മീഷണറാണ്. അദ്ദേഹം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഇവിടെ പല കാര്യത്തിലും നിഗൂഢതയുണ്ട്, പല സംശയങ്ങൾ ഉയരുന്നുണ്ട്. പലരും ഇത്തരത്തിൽ സംശയം നിഴലിലാവുന്ന സംഭവങ്ങളാണ്, ഇല്ലെങ്കിൽ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ഒരു അവസാനം ഇപ്പോൾ കോടതി ഏത് തരത്തിലായിരിക്കും ഇത് പരിഗണിക്കുക, എന്തൊക്കെയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, നിയമപരമായിട്ട് ആ വഴിയിൽ തന്നെ പോട്ടെ. പക്ഷേ ഇപ്പോൾ വരുന്ന തെളിവുകൾ, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കപ്പെടണം. അതാണല്ലോ ഇപ്പൊ ആവശ്യം. അപ്പൊ അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ SP വിളിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. പുള്ളി വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിവരമൊന്നും അറിയില്ല. പക്ഷെ എങ്കിൽ തന്നെയും അതിനെല്ലാം ഉപരിയായിട്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ എൻക്വയറിയുടെ മുമ്പ് പുള്ളി പറയണമല്ലോ എന്തായിരുന്നാലും കാര്യങ്ങൾ. പുള്ളി വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി പറയുന്നത് എനിക്ക് മാധ്യമങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല, ചാനൽ വന്ന വാർത്തയാണ്, മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല, എന്നെ ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിട്ടില്ല, ഇതിനെല്ലാം ഉദ്യോഗസ്ഥർ ഉത്തരം പറയും എന്നാണ് പുള്ളി ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളോ എല്ലാം പുള്ളിയുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ പുള്ളി പറയില്ലല്ലോ. അതായത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി, ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആ നിയമങ്ങളൊന്നും പാലിച്ചില്ല എന്നാണോ? അല്ല, എന്ന് ഞാൻ പറയുന്നില്ല. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? ഇപ്പം അത് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ സാധനം, അതായത് ഇപ്പൊ വിവാദമായി കിടക്കുന്നത് ഈ ദ്വാരപാലകരുടെ പാളികളും വാതിലും ഒക്കെ സ്വർണം പൂശി ദേവസ്വത്തിന് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നൽകിയതിൽ എന്തോ ക്രമക്കേട് ഉണ്ടെന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. അപ്പൊ ആ വിഷയം വരുമ്പോ അതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ദേവന് കൊടുക്കുന്ന ഒരു സാധനം, അതായത് ഉരുപ്പടി ആയിരുന്നാലും എന്തായിരുന്നാലും എന്ത് സാധനമായിരുന്നാലും അതിനകത്ത് നമുക്ക് എൻട്രി വരുത്തണം, രജിസ്റ്ററിൽ എൻട്രി വരുത്തണം. അതിന് പ്രത്യേക റെസീറ്റ് ഉണ്ട്. ആ റെസീറ്റ് കൊടുത്ത് ആ റെസീറ്റ് നമ്പർ വച്ചും കൊണ്ട് എൻട്രി ചെയ്യണം. അതിന് പ്രത്യേക ഒരു രജിസ്റ്ററാണ് 4-ാം നമ്പർ രജിസ്റ്റർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതലേ ഈ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതാണ്. എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് ഈ 4 രജിസ്റ്റർ. അതിൽ ഒരെണ്ണമാണ് ഈ തിരുവാഭരണങ്ങളെ സംബന്ധിച്ച് എൻട്രി ചെയ്യുന്ന ഒരു രജിസ്റ്റർ. അപ്പൊ ആ രജിസ്റ്ററിനകത്ത് എഴുതണമെങ്കിൽ ഈ റെസീറ്റ് കൊടുക്കണം. റെസീറ്റ് കൊടുത്തതിന്റെ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്ററിൽ എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഈ രജിസ്റ്റർ, അതായത് താങ്കൾ 2019 താങ്കൾ എത്തുന്നതിന് മുമ്പാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറിയിരിക്കുന്നത്? അതെ. ഞാൻ 5/8 ഞാൻ ചാർജ് എടുക്കുന്നത്. 19/7 20/7/2019 ഇത് പുള്ളിക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ആ രജിസ്റ്ററിൽ അത് ഉണ്ടായിരുന്നോ? താങ്കൾ അത് പരിശോധിച്ചിരുന്നോ? ഏതാ രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തിയിരുന്നോ? താങ്കൾ ജോയിൻ ചെയ്യുമ്പോൾ താങ്കൾ അത് പരിശോധിച്ചിരുന്നോ? രജിസ്റ്ററിൽ പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ എക്സിക്യൂട്ടീവ് ഓഫീസിൽ സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ്. 4-ാം നമ്പർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓരോ അമ്പലങ്ങളിൽ സൂക്ഷിക്കും. ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ തിരുവാഭരണം, ഞങ്ങൾക്ക് മൊത്തത്തിലുള്ള ചാർജ് ഇല്ലേ തിരുവാഭരണം. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ മാത്രമല്ലേ നമ്മളത് പരിശോധിക്കേണ്ടതുള്ളൂ. അന്ന് ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ, അന്ന് പ്രശ്നങ്ങളോ വേറെ വിവാദങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ബോർഡ് 5/7/2019 ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചെമ്പ് പാളി എല്ലാം കൂടെ പൊളിച്ച് അയാളെ കൈ കൊടുക്കാനായിട്ട് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഈ അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ പോയിട്ടുണ്ടോ, ഒപ്പിട്ടിട്ടുണ്ടോ, മഹസർ എഴുതിയിട്ടുണ്ടോ, അത് ആ ചെമ്പായിട്ടാണോ കൊടുത്തത് എന്നുള്ളതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അന്ന് ഞാൻ യഥാർത്ഥത്തിൽ അവിടെ ഇല്ലല്ലോ. അപ്പൊ ഞാനാണ് തിരുവാഭരണം കമ്മീഷനെങ്കിൽ ഞാൻ അതിന്റെ നിയമപ്രകാരം അവിടെ പോയി ഈ സാധനം എത്രയാണെന്നുള്ളത് തൂക്കി നോക്കി അത് ജമ്പാണോ ഇതാണോ എന്ന് ഓരോ പാർട്ടാണ്. ഇത് 14 പാർട്ടായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഈ 8-ാം മാസത്തില് ചെന്നൈ ചെല്ലുമ്പോൾ ചെമ്പിന്റെ 14 പാർട്ടാണ് എനിക്ക് എന്റെ മുമ്പ് കൊണ്ടുവച്ചിരിക്കുന്നത്.